KTM ഹെൽമെറ്റ് ഹലോ ഗൈസ്, അപ്പോൾ എല്ലാ മച്ചാന്മാർക്കും നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. മച്ചാന്മാരെ ഞാനിപ്പോൾ എങ്ങോട്ടാണ് പോകണേന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നുമേ മച്ചാന്മാരെ എല്ലാവർക്കും സുഖമല്ലേ എന്നാണ് ചോദിക്കേണ്ടത്. എന്തായാലും നമ്മളിപ്പോൾ എങ്ങോട്ടാണ് പോകണമെന്ന് പറഞ്ഞാൽ നമ്മൾ കഴക്കൂട്ടത്തോട്ട് പോകട്ടെ. കഴക്കൂട്ടത്ത് നമ്മളെ പുതിയ വണ്ടി നിങ്ങൾ തമ്മിലിനി കണ്ടല്ലോ തന്നെ, നമ്മളെ ഉസ്കാറിൻ്റെ പുതിയൊരു വണ്ടി ഷോർട്ട് പില്ലിയൻ 401. അപ്പോൾ എന്തായാലും വണ്ടി ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വണ്ടി അധികം അടുത്തോട്ടൊന്നും കാണാൻ പറ്റില്ല. എന്തായാലും നമ്മൾ അങ്ങോട്ട് ഷോറൂമിലോട്ട് പോവുകയാണ്, ചവിട്ടി പറന്ന് പോകട്ടെ. കാരണം നമ്മൾ 4 മണിക്ക് പ്രോഗ്രാമിൽ നമ്മളിപ്പോഴും 5 മണി ആവാറായി, ഇപ്പോഴും നമ്മൾ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. അമ്മാതിരി രീതിക്കുള്ള ബ്ലോക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ എന്തായാലും മച്ചാൻ പറയാൻ നമ്മൾ നേരെ ഷോറൂമിൽ പോകണം. അവിടെ ലോഞ്ചിങ് പരിപാടിയും കാര്യങ്ങളൊക്കെ കണ്ടക്ട് ചെയ്തിട്ട് ഞങ്ങൾ എന്തായാലും വിശേഷങ്ങളൊക്കെ കാണിച്ചിട്ട് അപ്പോൾ നമ്മൾ പറന്ന് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ മച്ചാൻ പറയാം വീഡിയോ സ്കിപ്പ് ചെയ്യാതിരുന്ന് കണ്ടോ. നമ്മൾ കുറച്ച് നാളായി വ്ലോഗ് ഇട്ടിട്ട്. അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ നിങ്ങൾ ഫുള്ളായിട്ട് കണ്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യണമെന്ന് പറയുന്നു. അതുപോലെ തന്നെ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തൊരു ചാനലും സബ്സ്ക്രൈബ് ചെയ്യണം. എല്ലാവരും ഫുൾ ബെല്ലൈക്കണൊക്കെ അമർത്തി സെറ്റാക്കി വെച്ചു. അപ്പോൾ എന്തായാലും നമുക്ക് നേരെ പറന്ന് പോയേക്കാം. അപ്പോൾ നേരെ നമുക്ക് ഷോറൂമിൽ ചെന്നിട്ട് കാണാം. 2020 തൊട്ടാണ് നമുക്ക് ഇന്ത്യൻ മാർക്കറ്റിൽ വന്നു തുടങ്ങിയത്. ഇത് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും മേജറായിട്ട് എന്തൊക്കെ ചേഞ്ചസ് വന്നിട്ടുണ്ടോ എന്നുള്ളത്. ലൈക്ക് പ്യുവർ ഒരു റോഡ് ബൈക്കാണ്. AJ ഒരു വ്ളോഗറാണ്. അദ്ദേഹത്തിന്റെ വ്ളോഗിന്റെ പേര് AJ വ്ളോഗ്സ് എന്നാണ്. അദ്ദേഹത്തെ സ്വാഗതം ചെയ്യണം. അതിനു മുന്നേ പേരൊന്ന് പറയാമോ? പേര് അജീം ഷാ. Okay, Ajim Shah and Shaini, please come forward. We go. It's 5, 4, 3, 2, 1. And officially, Husqvarna will finish 250 and Suburban 401. Here again, your support and blessing. Mr. Sachu, ആദ്യത്തെ കസ്റ്റമർ ആണ്. അതുമാത്രമേ കേരളത്തിലെ ആദ്യത്തെ കസ്റ്റമർ ആണ് സച്ചു. ഗൈസ്, അപ്പോൾ അങ്ങനെ ലോഞ്ചിങ് കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ വണ്ടി അവിടെ ഇരിപ്പുണ്ട്. വണ്ടി എന്തായാലും നമുക്ക് കാണാം. വണ്ടിയുടെ വിശേഷങ്ങൾ, വണ്ടി മൊത്തം മാറ്റമുണ്ട് കേട്ടോ. വണ്ടി നമ്മളെ പഴയ മോഡലിൽ വെച്ച് പുതിയ മോഡലിലോട്ട് നോക്കാൻ തന്നെ മൊത്തം വ്യത്യാസമുണ്ട്. സ്ക്രീൻ പ്ലേ നടന്നുകൊണ്ടിരിക്കുക. അപ്പോൾ എന്തായാലും വണ്ടി ഞാൻ നല്ല രീതിക്ക് അടുത്ത വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ കാണിച്ചിട്ട്. അപ്പം ഗൈസ്, അപ്പോൾ അതാ ലോഞ്ചിങ് കഴിഞ്ഞിട്ട് നമ്മൾ ചെറിയ സ്നാക്സ് കഴിക്കാൻ വേണ്ടിയിരിക്കുന്നത്. എല്ലാ ലോഞ്ചിങ്ങിനുള്ളതാണ്. അപ്പോൾ ഇനി നേരെ സ്നാക്സ് കഴിച്ചിട്ട് വേണം. അപ്പോൾ ഗൈസ്, നമ്മളെ പ്രോഗ്രാം എല്ലാം കഴിഞ്ഞ കേട്ടോ. അപ്പോൾ ഞാൻ എന്താ ഈ ഒരു മൂലയ്ക്കൊക്കെയാണ്. ഇപ്പോൾ എൻ്റെ അടുത്ത് കുറച്ച് റിവ്യൂസൊക്കെ ചോദിച്ചായിരുന്നു. അതിപ്പോൾ നിങ്ങൾ കണ്ടല്ലോ. അപ്പോൾ എന്നെ കൊണ്ട് അറിയാമെന്നുള്ള കാര്യം ഞാൻ പറഞ്ഞായിരുന്നു. പക്ഷേ എന്തായാലും എനിക്ക് വണ്ടി എന്തായാലും ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഞാൻ മുന്നോട്ട് ചെന്നിട്ട് വണ്ടിയുടെ ഓരോ ഡിസൈൻ പാറ്റേൺസും വന്ന ചേഞ്ചസും ഓരോന്നോരോന്നായിട്ട് എടുത്ത് പറഞ്ഞുതരാം. അടുത്ത വണ്ടി 250 കസ്റ്റമറിന് വണ്ടി ഡെലിവറി ചെയ്യാൻ വേണ്ടി ഇതാ നമ്പറും കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ഇരിക്കുന്ന വണ്ടി ഞാൻ ചാരിയിരിക്കുന്നതാണ് 401 അല്ലെങ്കിൽ 401 എന്ന് പറയുന്ന ഡിസൈൻ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടതെന്ന് പറഞ്ഞാൽ ഈ ഒരു കോസി ബ്ലാക്കിൽ നമുക്കിവിടെ എൻഡിലൊരു ഫ്ലൂറസെൻ്റ് ഗ്രീൻ കൊടുത്തിട്ട് 401 അല്ലെങ്കിൽ 401 എന്നുള്ള മെൻഷനും കാര്യങ്ങളൊക്കെ ഭയങ്കര യൂണിക്നെസ് ഉണ്ട്. അതുപോലെ തന്നെ വണ്ടി നിങ്ങൾക്ക് അറിയാമല്ലോ, കഫേ റൈസറാണ് വണ്ടി. ഒരു കഫേ റൈസറും ഒരു റെട്രോ ലുക്കും തരുന്ന ഒരു ഡിസൈൻ പാറ്റേണാണ് വണ്ടിക്കകത്ത് വരുന്നത്. പിന്നെ നമ്മളെ പവർ സ്പെക്കും കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ നമ്മളെ 390 അതേ സെയിം എൻജിൻ സ്പെക്കും കാര്യങ്ങളൊക്കെ തന്നെയാണ് ഈ ഒരു വണ്ടിക്കകത്ത് വരുന്നത്. പിന്നെ ഹസ്കറിനയുടെ ഒരു ലോഗോസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. വണ്ടി മൊത്തം, അതായത് ഈ ഒരു സൈഡ് ബേസ് വരുന്ന സസ്പെൻഷൻ അടക്കം നമുക്ക് നല്ലൊരു ഫുൾ മാറ്റം തന്നെയാണ് വണ്ടിക്കകത്ത് കൊണ്ടുവന്നത്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഈ ഒരു 401 അല്ലെങ്കിൽ 401 എന്നൊക്കെ പറയുന്ന ഈ ഒരു ഡിസൈനാണ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എനിക്ക് ഒരു അത്യാവശ്യം നല്ലൊരു എല്ലാവർക്കും നമ്മളെ ഈ പയ്യന്മാർക്കൊക്കെ പെട്ടെന്ന് ഇഷ്ടപ്പെടുന്ന രീതിക്കുള്ളൊരു ഡിസൈൻ പാറ്റേൺ ഈ ഒരു വണ്ടിക്കകത്തുണ്ട്. നമ്മൾ ആ ഒരു സെഗ്മെൻറ്റും കാര്യങ്ങളൊക്കെ നോക്കാൻ പവർഫുൾ ആയിട്ടുള്ളൊരു എൻജിൻ വന്നിട്ടുണ്ട്. അത് 390 സെയിം സ്പെക്ക് എന്ന് തന്നെ പറയാം. പിന്നെ ഇതിൻ്റെ ലുക്ക് ബേസിൽ വരാമെന്ന് പറഞ്ഞാൽ നമ്മളെ ഈ ഒരു ഫ്രണ്ട് ഹെഡ്ലൈറ്റ് ഭയങ്കരമായിട്ടുള്ള സൈസ് കൂട്ടിയിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ തന്നെ റോഡ് വിസിബിലിറ്റി തന്നെയാണ് ഇതിൽ നിന്ന് അവർ കൊണ്ട് ഉദ്ദേശിച്ചത് കമ്പനി. പിന്നെ അതുപോലെ തന്നെ നമ്മളെ ഈ ഒരു DRL നമ്മൾ ഓൾഡ് മോഡലിൽ ഹെഡ്ലൈറ്റിൻ്റെ അകത്തായിട്ടാണ് ഇരുന്നത് കേട്ടോ. പ്രൊജക്റ്റ് ഇല്ലായിരുന്നു. ഇപ്പോൾ പുതിയ മോഡൽ ഈ ഒരു പ്രൊജക്ഷൻ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നല്ല രീതിക്ക്
ലുക്ക് അല്ലെങ്കിൽ ഒരു പ്രീമിയം ഫീൽ തരുന്നൊരു ഹെഡ്ലൈറ്റാണ് വരുന്നത്. അതും സ്പ്ലിറ്റായിട്ടാണ് വരുന്നത്. ഡിമ്മ് ബ്രൈറ്റ് 2 സെക്ഷനായിട്ടാണ് ഇതിൻ്റെ ഹെഡ്ലൈറ്റ് സെക്ഷൻ വരുന്നത്. അതിൻ്റെ മേലൊരു കിടിലൊരു വിൻഡ് വൈസറും കൊടുത്തിട്ടുണ്ട് കേട്ടോ. അത്യാവശ്യം ഒരു എയറിനെ കട്ട് ചെയ്യാൻ പറ്റുന്നൊരു വിൻഡ് വൈസറും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു മൾഗാർഡ്സിൻ്റെ ഭാഗത്തൊക്കെ നോക്കിയാൽ നല്ല ചേഞ്ചസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ നമ്മൾ ഈ ഒരു ടയേഴ്സ് ഇങ്ങനെ പിരളിയുടെ ടയേഴ്സാണ് കൊടുത്തിട്ടുള്ളത്. അതുപോലെ സ്പോക്ക് വീൽസാണ് കൊടുത്തിട്ടുള്ളത്. അത് ഭയങ്കര എനിക്ക് ഇഷ്ടപ്പെട്ടു. എനിക്ക് ഭയങ്കരമായിട്ട് ഈ ഒരു വണ്ടിയിലെ ഈ സൈഡ് ബേസിൽ നിന്ന് നോക്കാൻ നേരത്തെ ആ സ്പോക്ക് വീൽസ് വണ്ടിയുടെ ഡിസൈൻ പാറ്റേണിന് നല്ല രീതിക്ക് ഒരു പ്ലസ് പോയിന്റ് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ വണ്ടിയുടെ ഈ ഒരു ഡിസൈൻ പാറ്റേൺ നോക്കാൻ നേരത്ത് നമ്മളെ ഈ ഒരു ബാക്ക് സിംഗാം അടക്കം നമുക്ക് ബനാന സിംഗാം എന്ന് പറയുന്ന ആ ഒരു KTM വന്നിട്ടുള്ള അതേ ഡിസൈൻ പാറ്റേൺ തന്നെയാണ് ഈ ഒരു വണ്ടിയിൽ കൊടുത്തിട്ടുള്ള. ഈ ഒരു സൈഡ് ഭാഗത്തായാലും മൊത്തത്തിൽ അതായത് നമുക്ക് ഫീച്ചേഴ്സ് ഓറിയൻറ്റ് നോക്കാൻ നേരത്ത് ഞാൻ പറഞ്ഞ കണക്ക് നമുക്ക് സ്ലിപ്പർ ക്ലച്ച് തൊട്ട് ട്രാക്ഷൻ കൺട്രോൾ അതുപോലെ തന്നെ ക്യൂ ഷിഫ്റ്റർ അങ്ങനെ പറയാനൊന്നുമില്ല. അതായത് ആ ഒരു TFT ഡിസ്പ്ലേയിൽ നമുക്ക് വരുന്ന രീതിക്ക് നമുക്ക് റൈഡിങ് മോഡ്സ് അടക്കം നമുക്ക് ഈ ഒരു വണ്ടിക്കകത്ത് വരുന്നുണ്ട്. പിന്നെ ഈ ഗ്ലാസിൻ്റെ ഭാഗത്തൊക്കെ നോക്കാൻ നേരത്ത് നമുക്ക് ഹുസ്ക്വർണയിൽ വന്നിട്ടുള്ള ആ സെയിം ഡിസൈൻസ് ആയിട്ടുള്ള റൗണ്ട് ഗ്ലാസും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. അതിൻ്റെ സൈസ് കൂട്ടിയിട്ടുണ്ട്. കൂടെ വിസിബിലിറ്റി റോഡ് വിസിബിലിറ്റിയും കാര്യങ്ങളൊക്കെ കിട്ടാൻ വേണ്ടി സൈസും കാര്യങ്ങളൊക്കെ കൂട്ടിയിട്ടുണ്ട്. പിന്നെ ഹുസ്ക്വർണയുടെ ഇഷ്ടംപോലെ ലോഗോസ് നമുക്ക് അല്ലെങ്കിൽ ആ ഒരു ബ്രാൻഡ് മെൻഷൻ കുറേ സ്ഥലത്ത് കൊടുത്തിട്ടുണ്ട്. സോട്ട് ബില്യൺ എന്നുള്ള മെൻഷൻ നമുക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ മൊത്തത്തിൽ നല്ല രീതിക്കുള്ള ഡിസൈൻ പാറ്റേൺ തന്നെയാണ് വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ നേരെ 250 വന്നതിന് 250 വന്നതിന് നല്ലൊരു കിട്ടില്ല വൈറ്റ് കളർ കൊടുത്തിട്ടുണ്ട്. അത് ഭയങ്കരമായിട്ട് എനിക്ക് വന്നപ്പോൾ ഇഷ്ടപ്പെട്ടു. ഈ ഒരു വൈറ്റ് കളർ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അതുപോലെ തന്നെ വിത്ത് പില്യൻ എന്നുള്ള മെൻഷനും ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഫ്രണ്ട് ഹെഡ്ലൈറ്റ് നല്ല രീതിക്ക് ഡിസൈൻ പാറ്റേൺ നല്ല രീതിക്ക് വരുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ DRL നമുക്കൊന്ന് ജസ്റ്റ് കത്തിച്ച് നോക്കാം കേട്ടോ. ഇതിന് DRL വരുന്നില്ല കേട്ടോ. ഇതിൽ ഒരു ബ്ലാക്ക് ഡിസൈനാണ് വരുന്നത്. ഇതിൻ്റെ DRL ഇല്ലാതെ നമുക്ക് ഡിമ്മ് ബ്രൈറ്റ് സെക്ഷനിലാണ് വരുന്നത്. പിന്നെ ഞാൻ വന്നപ്പോഴേ ശ്രദ്ധിച്ച ഒരു കാര്യമുണ്ട് കേട്ടോ. ഇതിൻ്റെ ഈ ഒരു മൾഗാർഡ് നമ്മൾ ഈ ഒരു RCയിൽ വരുന്ന ടൈപ്പിൻ്റെ ആ ഒരു ഡിസൈൻ പാറ്റേൺ ആണെങ്കിലും നല്ല രീതിക്ക് ക്വാളിറ്റിയോട് കൂടി നല്ലൊരു കിഡിലെ മൾഗാർഡ് സെക്ഷൻ വരുന്നുണ്ട് കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഈ ഒരു വിത്ത് പില്ലിൻ്റെ ആ ഒരു മൊത്തം ലുക്ക് തന്നെ ഈ ഒരു മൾഗാർഡ് മാറ്റി കളഞ്ഞു കേട്ടോ. അത്രയ്ക്ക് നല്ലൊരു പ്രീമിയം ഫിനിഷ് വരുന്നുണ്ട്. പിന്നെ നമ്മളെ ഈ ഒരു ലോഗോയും മൾഗാർഡി മെൻഷൻ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളതിൻ്റെ അലോയി നോക്കാൻ നേരത്തെ അലോയിയുടെ ഡിസൈൻസിലും വ്യത്യാസം വരുന്നുണ്ട്. അലോയിന് ഡിസൈൻസ് സ്പോക്കിൻ്റെ ആ ഒരു ഡിസൈൻ വന്ന കറക്റ്റ് സ്ട്രൈറ്റ് ആയിരുന്നു വന്നത്. പക്ഷേ ഇപ്പം വന്നിട്ടുള്ള ഡിസൈൻ എന്ന് പറയുന്നത് നല്ല രീതിക്ക് മാറ്റം വരുത്തുന്നുണ്ട്. ഇതുകൂടെ തിക്നെസ് കൂട്ടി അതുപോലെ തന്നെ നല്ല രസമുണ്ട് കേട്ടോ. ആ ഒരു ലുക്ക് മൊത്തത്തിൽ മാറ്റി ആ ഒരു വീലിൻ്റെ ഭാഗത്തുള്ള ലുക്കും കാര്യങ്ങളും മാറ്റി. ബ്രേക്കിങ്ങിൻ്റെ ഭാഗത്ത് നോക്കാൻ നേരത്തെ ഫ്രണ്ട് 320mm ഡിസ്ക് ബ്രേക്കാണ് വരുന്നത്. ഈ ബാക്കിൽ ഒരു ഡിസ്പ്ലേൻ്റെ ഒരു ഡിസൈൻ പാറ്റേൺ നോക്കാൻ നേരത്തെ കറക്റ്റ് ഈ ഒരു സൈഡിലായിട്ടാണ് രണ്ടും വരുന്നത്. കഴിഞ്ഞ മോഡലിൽ വന്നിരുന്നത് ഇപ്പുറത്തെ സൈഡിലായിരുന്നു നമുക്ക് ആ ഒരു ബ്രേക്കിംഗ്. അതായത് ഫ്രണ്ട് ബ്രേക്ക് ഡിസ്ക് ഇവിടെയാണെങ്കിൽ ഫ്രണ്ട് ഡിസ്ക് ആ സൈഡിലായിട്ടാണ് വന്നത്. മീറ്റർ കൺസോളിലാണ്. മീറ്റർ കൺസോളിലും വ്യത്യാസം വരുന്നുണ്ട്. പഴയത് നമുക്കൊരു റൗണ്ട് ടൈപ്പ് വന്നിരുന്ന ഒരു മീറ്റർ കൺസോളിലാണെങ്കിൽ ഇപ്പോൾ നമുക്ക് ആ ഒരു അത്യാവശ്യം ആ ഒരു 250 സെഗ്മെൻറ്റിൽ വന്നിട്ടുള്ള KTMൻ്റെ 250 സെഗ്മെൻറ്റിൽ വന്നതുപോലെ തന്നെ നമുക്ക് LED ഒരു ഡിജിറ്റൽ കൺസോളിലാണ് വരുന്നത്. അത്യാവശ്യം വാണിയും കാര്യങ്ങളും വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ജോയ് സ്റ്റിക്ക് കണക്കത്തെ ഒരു കൺട്രോളിംഗ് സിസ്റ്റം വരുന്നുണ്ട്. അതൊരു പ്രീമിയം ലുക്കാണ് തരുന്നത്. KTMൻ്റെ സെഗ്മെൻറ്റിൽ തന്നെ ഇപ്പം 390 മാത്രമേ നമ്മൾ അത് കണ്ടിരുന്നത്. അതിപ്പോൾ 250 കൊണ്ടുവന്നിട്ടുണ്ട്. കുറേ രീതിയിലുള്ള ഓപ്ഷൻസ് നമുക്ക് ഈ ഒരു വണ്ടിയിൽ അവൈലബിൾ ആയിട്ട് വരുന്നുണ്ട്. നമ്മളിപ്പോൾ 401 നമ്മൾ നോക്കുന്നതെങ്കിൽ നമുക്ക് ആ ഒരു TFT ഡിസ്പ്ലേയിൽ കുറേ അധികം ഫീച്ചേഴ്സ് ഞാൻ പറയുന്നത് നിങ്ങൾ നമ്മളെ 390 വീഡിയോസ് കണ്ടവർക്ക് അറിയാൻ പറ്റും. ഇഷ്ടംപോലെ ഫീച്ചേഴ്സാണ് നമുക്ക് വന്നിട്ടുള്ള. ഓൾഡ് മോഡൽ Gen 1 Gen 2 ഒക്കെ വെച്ച് നോക്കാൻ നേരത്തെ ഇഷ്ടംപോലെ ഡിസൈൻ പാറ്റേൺസ് നമുക്ക് ഈ ഒരു വണ്ടിക്കകത്ത് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ KTMൽ കണ്ടുപോലത്തെ ഒരു ഡിസൈൻ പാറ്റേണിൽ തന്നെയാണ് അതിൻ്റെ കീയും വരുന്നുണ്ട്. അതായത് ഈ ഒരു സെക്കൻഡറി കീ കണ്ടു കഴിഞ്ഞാൽ നമുക്കൊരു കീ ചെയിനായിട്ട് തോന്നും. പക്ഷേ നമുക്കിതിങ്ങനെ ജസ്റ്റ് സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ സെക്കൻഡറി കീ കിട്ടും. ഇതിങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ബ്രാൻഡിൻ്റെ മെൻഷൻസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ആ ഒരു ലുക്കും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ അതും നമുക്കിവിടെ ഹോൾഡ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. ഇത്രയാണ് നമ്മൾ ഈ ഒരു വണ്ടിയുടെ ഡിസൈൻ പാറ്റേണിൽ വരുന്നത്. പിന്നെ എടുത്ത് പറയാൻ വിട്ടൊരു കാര്യമുണ്ട് കേട്ടോ. നമ്മൾ 401 അല്ലെങ്കിൽ 401 എന്ന് പറയുന്ന ഈ ഒരു ഡിസൈൻ പാറ്റേണിൽ നമുക്ക് അഡ്ജസ്റ്റബിൾ സസ്പെൻഷനാണ് വരുന്നത്. WP അപ്പെക്സിൻ്റെ അഡ്ജസ്റ്റബിൾ സസ്പെൻഷൻ വരുന്നത്. ഇത് നമുക്ക് ഇതിൻ്റെ ട്രാക്ക് മോഡിലോട്ട് അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഏത് ടെറൈനിലാണ് ഓട്ടിക്കുന്നത് അതിനനുസരിച്ചുള്ള രീതിക്ക് നമുക്ക് ഇതിൻ്റെ സസ്പെൻഷൻ്റെ സോഫ്റ്റ്നെസ്സും ഹാർഡ്നെസ്സും കൂട്ടാൻ പറ്റും. അപ്പോൾ അത് അടുത്ത വണ്ടി ലോഞ്ചിങ്ങിന് കസ്റ്റമറിന് ലോഞ്ചിങ്ങിനാണെന്ന് തോന്നും. നമുക്ക് എന്തായാലും അവിടെ വണ്ടി ഒരുക്കിക്കൊണ്ടിരിക്കണം. പിന്നെ ഈ ഒരു 250-ക്കകത്താണെങ്കിൽ നമുക്ക് MRFൻ്റെ ടയേഴ്സാണ്. ഞാൻ എൻ്റെ ഫസ്റ്റ് ഇംപ്രഷനാണ് ഈ ഒരു വീഡിയോയിൽ പറയുന്നത്. വണ്ടിയുടെ ഫസ്റ്റ് ഞാൻ വന്ന് കണ്ടപ്പോൾ ഉള്ളൊരു ഇംപ്രഷനാണ്. അതുമാത്രമല്ല ഈ ഒരു ലോഞ്ചിങ് എന്ന് പറഞ്ഞാൽ ഇപ്പം കേരള ഫസ്റ്റ് ലോഞ്ചിങ് ആണ് അല്ലെങ്കിൽ കേരള ഫസ്റ്റ് ലോഞ്ചിങ് ഇവിടെ ട്രിവാൻഡ്രത്ത് വെച്ചാണ് നടക്കുന്നത്. 401 സ്പ്ലിറ്റ് സീറ്റാണ് കേട്ടോ വരുന്നത്. അത്യാവശ്യം നമുക്ക് സ്പ്ലിറ്റ് ആയിട്ടുള്ളൊരു സീറ്റ് വരുന്നുണ്ട്. അതിവിടെ നോക്കിയാൽ കാണാം. അപ്പോൾ എന്തായാലും വണ്ടിയുടെ ഒരു ഓവറോൾ ഒരു ഡിസൈൻ പാറ്റേൺ ഞാൻ എന്തായാലും പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ റേഡിയേറ്ററിൻ്റെ ഭാഗത്തും നമുക്ക് ഓൾഡ് മോഡലിൽ വെച്ച് നോക്കാൻ നേരത്ത് വൈഡ് ആയിട്ടുള്ള റേഡിയേറ്ററാണ് വരുന്നത്. അതുപോലെ 2 റേഡിയേറ്റർ ഫാൻ വരുന്നുണ്ട്. അതൊക്കെ നമുക്ക് ഹൈവേ റൈഡൊക്കെ കൂടെ എളുപ്പമാക്കും. കാര്യം എന്ന് പറഞ്ഞാൽ ഹീറ്റിംഗ് ഇഷ്യൂസോ കാര്യങ്ങളൊന്നും ഉണ്ടാകത്തില്ല. പിന്നെ വണ്ടിയുടെ ഓവറോൾ എഞ്ചിൻ്റെ ഭാഗത്ത് നിങ്ങൾക്ക് അറിയാമല്ലോ അത്യാവശ്യം നല്ല കിഡിലെ എഞ്ചിനാണ്.
നമ്മളെ പുതിയ മോഡൽ വന്നിട്ടുള്ളത് പഴയ മോഡലിനെക്കാട്ടി ഡിഫറൻസ് ആയിട്ടുള്ള ഒരു എഞ്ചിൻ ആണ് വരുന്നത്. അതിൻ്റെയൊക്കെ ഡീറ്റെയിൽ നമുക്ക് എന്തായാലും റിവ്യൂ വീഡിയോയിൽ തന്നെ കൊടുക്കുക. ഇപ്പോൾ ഫസ്റ്റ് ഇംപ്രഷനാണ്. അപ്പോൾ എന്തായാലും മച്ചാൻ നിങ്ങൾക്ക് ആർക്കെങ്കിലും വണ്ടി എടുക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ജസ്റ്റ് നമ്മളെ ഷോറൂമിലോട്ടൊന്ന് കോൺടാക്ട് ചെയ്യുക. അപ്പോൾ അടുത്ത ഡെലിവറിക്കായിട്ട് വെയിറ്റ് ചെയ്യണം. അപ്പോൾ നമുക്ക് ഡെലിവറി കഴിഞ്ഞിട്ട് ബാക്കി വിശേഷങ്ങളൊക്കെ ചോദിക്കാം. ഗൈസ് കസ്റ്റമർ ലോഞ്ചിങ് ഡ്യൂക്ക് 200 ആണ്. ഗൈസ് അപ്പോൾ നമ്മൾ TFT ഡിസ്പ്ലേയുടെ ഭാഗത്ത് നോക്കുന്നത് നമ്മൾ വിസ്കോറിനോടെ ആ ഒരു ലോഗോ ഒക്കെ ഓപ്പൺ ആവും, ലോഗോയുടെ കൂടെയാണ് ഓപ്പൺ ആവുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ നോക്കാൻ അപ്പോൾ നല്ല രീതിയിലുള്ള കുറേ അധികം വ്യത്യാസം വരുന്നുണ്ട്. നമുക്കിവിടെ നോക്കിയാൽ ഒരു RPM അറൗണ്ട് 11 വരെ കയറുന്നുണ്ടെന്ന് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഗിയർ ഇൻഡിക്കേഷൻ കൊടുത്തിട്ടുണ്ട്, സ്പീഡോമീറ്റർ കൊടുത്തിട്ടുണ്ട്, വാർണിങ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇത്രയാണ് നമ്മൾ ഈ ഒരു TFT ഡിസ്പ്ലേക്കകത്ത് വരുന്നത്. അത് കഴിഞ്ഞ് നമുക്ക് വരുന്നതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ മോഡ് ചെയ്യുന്ന റൈഡിങ് മോഡ്സ് സെലക്ട് ചെയ്യേണ്ടത്. അതിപ്പോൾ അറൗണ്ട് നമുക്കൊരു 3 to 3 റൈഡിങ് മോഡ്സ് കറക്റ്റ് എന്തായാലും റിവ്യൂ വീഡിയോയിൽ നിങ്ങൾ കണ്ടാൽ മനസ്സിലാവും. ഇപ്പോൾ നമുക്ക് ഈ വണ്ടി ലോക്ക്ഡാണ്. അതുപോലെ തന്നെ ABSൻ്റെ ഓപ്ഷനിൽ നോക്കിയാൽ ABS നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. പിന്നെ ABSൽ തന്നെ റോഡ് സൂപ്പർ മോട്ടോ മോഡ് എന്ന് പറഞ്ഞാൽ 2 സെക്ഷനിലോട്ട് നമുക്ക് ഈ ഒരു ABS കൺവേർട്ട് ചെയ്യാൻ പറ്റും. പിന്നെ അത് വരുന്ന ട്രാക്ഷനാണ് കേട്ടോ, ട്രാക്ഷനിൽ വരുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ആ ഒരു കുറേ അധികം വ്യത്യാസം നമുക്ക് ഈ ഒരു ഡിസൈൻ പാറ്റേണിൽ വരുന്നുണ്ട്. അതുപോലെ തന്നെ അത്യാവശ്യം നമുക്ക് ഈ ഒരു RPM കൺട്രോളിങ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള കുറേ ഫീച്ചേഴ്സ് ഓറിയൻറ്റഡ് ആയിട്ടുള്ളൊരു TFT ഡിസ്പ്ലേ എന്ന് പറഞ്ഞാൽ. പിന്നെ ബൈക്ക് ഇൻഫോയിൽ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ഇഷ്യൂസ് നമുക്ക് വണ്ടി ബാറ്ററി സംബന്ധമായിട്ടായാലും എന്ത് ഇഷ്യൂ വേണമെന്നുണ്ടെങ്കിലും നമ്മൾ ഈ ഒരു ബൈക്ക് ഇൻഫോയിൽ തന്നെ കാണിക്കുന്നതാണ്. പിന്നെ ബാക്കിലോട്ട് വന്നു കഴിഞ്ഞാൽ ട്രിപ്പ് പിടിച്ച് വയ്ക്കാൻ പറ്റും. പിന്നെ അധികം പറയണ്ടല്ലോ അമ്മാതിരി രീതിയിലുള്ള ഫീച്ചേഴ്സ് ഓറിയൻറ്റഡ് ആയിട്ടുള്ളൊരു മീറ്റർ കൺസോളാണ് വരുന്നത്. പിന്നെ ആ ഒരു മീറ്റർ കൺസോളിൻ്റെ ഭാഗത്തൊക്കെ ആയാലും നല്ല യുണീക്ക് ഡിസൈൻ പാറ്റേണും വരുന്നുണ്ട്. ആ ഒരു പ്രീമിയം ലുക്ക് എന്തായാലും ഈ ഒരു 401 അല്ലെങ്കിൽ 401 എന്ന് പറയുന്ന ഈ ഒരു ഡിസൈൻ പാറ്റേണിൽ കൊടുത്തിട്ടുണ്ട്. എന്തായാലും മച്ചാന്മാരെ നിങ്ങളെ ഒരു അഭിപ്രായം, നിങ്ങളെ ഈ ഒരു വണ്ടി എടുക്കുമോ, അത് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട വണ്ടി ഏതാണ്? പിന്നെ ബാക്കിൽ പറയാതിരിക്കാൻ പറ്റില്ല കേട്ടോ, ഒരു കിടിലൻ ഗ്രാബ് റെയിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല നോക്കിയാണ് പക്ക ഒരു ബാക്ക് പില്യൻ റൈഡറിനെ നല്ല രീതിക്ക് പ്രൊട്ടക്ട് ചെയ്യുന്നൊരു കിടിലൻ ഗ്രാബ് റെയിലാണ്. പിന്നെ ബ്രേക്ക് ലൈറ്റ് എന്നൊക്കെ നോക്കി കഴിഞ്ഞാൽ ആ ഒരു പഴയ ഡിസൈൻ ആണെങ്കിൽ പോലും നല്ല രീതിക്ക് ലുക്ക് വരുന്നൊരു ബ്രേക്ക് ലൈറ്റും പിന്നെ ഇൻഡിക്കേറ്റേഴ്സൊക്കെ നല്ല രസമുണ്ട്. പിന്നെ അത്യാവശ്യം നല്ല ടയേഴ്സിനെ പ്രൊട്ടക്ട് ചെയ്യുന്നൊരു ടയർ അഗറും അല്ലെങ്കിൽ ഒരു മഡ് ഗാർഡ് എന്നൊക്കെ പറയാം. പിന്നെ ടയർ പിരളിയുടെ ടയേഴ്സാണ് കേട്ടോ. കാരണം ഓൺ റോഡും ഓഫ് റോഡും ഒരുപോലെ തന്നെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ടയേഴ്സും കാര്യങ്ങളാണ് വരുന്നത്. ബാക്കിലെ സസ്പെൻഷൻ അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള സസ്പെൻഷൻ കേട്ടോ. നല്ല രീതിയിൽ കിട്ടില്ല കോർണറിങ് ഫീലൊക്കെ കിട്ടുന്ന ഒരു സസ്പെൻഷനും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. എന്തായാലും മച്ചാന്മാരെ ഇനിയൊന്നും പറയാനില്ല, നിങ്ങളെ അഭിപ്രായം തന്നെ താഴെ കമൻറ്റ് ചെയ്യണം. എനിക്ക് ഈ നമ്മൾ വണ്ടിയുടെ ലോഞ്ചിങ് കഴിഞ്ഞ് പുറത്തിറങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതാ നമ്മളെ 250യുടെ ലോഞ്ച് കഴിഞ്ഞ് അല്ലെങ്കിൽ ലോഞ്ചിങ്ങും കഴിഞ്ഞ് വണ്ടിയുടെ ഓണറിന് കീ കൈമാറിയിട്ടുണ്ട്. ചേട്ടാ എങ്ങനെയാണ് വണ്ടി എടുക്കാനുണ്ടായ കാര്യം? ഈ ഒരു കാര്യം പ്രാക്ടിക്കാലിറ്റി ആയിരുന്നു മെയിൻ. പക്ഷേ ടൗൺ ക്ലിയറൻസ് കൂടി, വീൽ ബേസ് കൂടി, പിന്നെ ഡിസൈൻ കൊള്ളാം, കുഴപ്പമില്ല, ഓടിക്കാൻ കംഫോർട്ടുണ്ട്. അതുപോലെ പേര് വയ്ക്കാൻ പറ്റും. പേരെന്തായിരുന്നു? സച്ചു. ഓക്കെ. പിന്നെ വേറെ എന്തിനാണ് ഈ ഒരു വണ്ടിയിൽ ഇഷ്ടപ്പെട്ടത്? ഇഷ്ടപ്പെട്ടെന്ന് വെച്ചാൽ ഇപ്പം സീറ്റ് ഹൈറ്റ് കുറഞ്ഞു, ഇപ്പം പൊക്കം കുറഞ്ഞ ആൾക്കും ഓടിക്കാൻ നല്ല കംഫോർട്ടായിരിക്കും. എനിക്ക് ഇതിൻ്റെ ഈ കളർ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അത് വൈറ്റ് കളർ ഉണ്ടല്ലോ, ആ ഒരു തീം വൈറ്റ് ബ്ലാക്ക് എന്ന് പറയുന്നത് ഭയങ്കര ഒരു കളർ കോമ്പിനേഷനാണ് അല്ലേ, അത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അതുപോലെ തന്നെ ആ ഒരു ടാങ്കിൽ തന്നെ ആ ഒരു ബ്രാൻഡ് നെയിമും അല്ലേ തന്നെ. പിന്നെ ഫ്രണ്ട് മൾഗാർഡ് ഉണ്ടല്ലോ, ഫ്രണ്ട് മൾഗാർഡ് ഭയങ്കരമായിട്ട് ഡിസൈൻ, വണ്ടി മൊത്തത്തിൽ ആ ഒരു ഡിസൈൻ എന്ന് പറയുന്ന ഒരു കഫേ റൈസർ തന്നെയല്ലേ ഈ ഒരു വണ്ടിയിലെ റോക്കി ബോയുടെ സിനിമയിലൊക്കെ കാണുന്ന. പക്ഷെ അതുപോലെ അത്രയും ഒരു ക്ലാസിക് അല്ലെങ്കിൽ പോലും നമ്മളെ പുതിയ തലമുറയിലോട്ട് കൊണ്ടുവരാൻ പറ്റുന്ന കഫേ റൈസർ തന്നെ നമ്മൾ കണ്ണും പൂട്ടി പറയാം. അതുപോലെ തന്നെ നമ്മളെ ഈ ഒരു വണ്ടിയുടെ റേറ്റ് എത്രയൊക്കെയായിരുന്നു എടുക്കുന്നത്? ഇത് ഓൺ റോഡ് വരുന്നത് 280 സംതിങ് ആവും. 280 ഓക്കെ. അപ്പോൾ എന്തായാലും വണ്ടിയുടെ റേറ്റും കാര്യങ്ങളൊക്കെ ആയിട്ടല്ലോ. അപ്പോൾ മച്ചാന്മാരെ നിങ്ങൾക്ക് ആർക്കെങ്കിലും എടുക്കണമെങ്കിൽ ജസ്റ്റ് നേരെ കഴക്കൂട്ടത്ത് വരും അല്ലേ, KTMലോട്ട്. ഗൈസ് അപ്പോൾ ഇന്ന് ഞാൻ എവിടെയുള്ളതെന്ന് പറഞ്ഞാൽ നമ്മളെ KTM കൊല്ലം ഷോറൂമിലേക്ക് കേട്ടോ. എന്താണ് പരിപാടി എന്ന് വെച്ചാൽ നമ്മൾ ട്രിവാൻഡ്രം ഷോറൂമിൽ ചെയ്ത പോലെ തന്നെ നമ്മൾ വിസ്കോറിൻ്റെ 401 അതുപോലെ തന്നെ 250 പില്യൻ 250ൻ്റെ ലോഞ്ചിങ് വന്നിരുന്നു. അപ്പോൾ എന്തായാലും ലോഞ്ചിങ് പരിപാടി എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മളിവിടെ കുറച്ച് മച്ചാന്മാർ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളന്ന് ട്രിവാൻഡ്രത്ത് പ്രോഗ്രാം കഴിഞ്ഞ് വെച്ചിട്ടുണ്ട് നമ്മൾ ഇവിടെ വന്നേട്ടോ. അപ്പോൾ ഇവിടെ വന്നപ്പോൾ നമ്മൾ കുറച്ച് മച്ചാന്മാരുടെ നമുക്ക് ചോദിക്കാം വണ്ടിയെ പറ്റി, ലൈക്ക് എങ്ങനെ ഉണ്ട് വണ്ടി എന്ന് ചോദിക്കാം. നമുക്ക് നേരെ പോയേക്കാം. കേസ് അപ്പോൾ കൊല്ലത്ത് വന്നപ്പോൾ നമ്മളെ മച്ചാനുണ്ട്. അപ്പോൾ എങ്ങനെയുണ്ട് വണ്ടി? എങ്ങനെയുണ്ട് വണ്ടി? കൊള്ളാടാ, ഫസ്റ്റ് ലുക്ക് തന്നെ എന്തായാലും ഇഷ്ടപ്പെട്ടു. ഞാൻ ഫസ്റ്റ് ടൈം ഇവിടെ വെച്ചാൽ നമ്മൾ കണ്ട. സാധാരണ നമ്മൾ ഇതിൻ്റെ ലോഞ്ചിങ് കാര്യങ്ങൾ നമ്മൾ പൂനെയിലൊക്കെ പോയാണ് ഞാൻ ഇവനൊക്കെ ചെയ്യുന്നത് വല്ലാത്ത. പക്ഷേ അന്ന് പോയപ്പോൾ ചെറിയൊരു അമളി പറ്റി നമുക്ക്. അതുകൊണ്ട് ഇപ്പോൾ അങ്ങോട്ട് പോകുന്ന സംഭവങ്ങളൊക്കെ ക്യാൻസലായി. അതെന്തായാലും വല്ലാത്തൊരു തീരെ നഷ്ടമാണ്. എന്തായാലും വണ്ടിയെ പറ്റി എന്താണെന്ന് പറയാം? വണ്ടി കൊള്ളാം. വണ്ടി ഫസ്റ്റ് ലുക്ക് നമ്മൾ 390 വണ്ടി കാണുന്ന ലുക്ക് മാത്രം നോക്കിയാൽ പെർഫോമൻസ് നമുക്ക് 390 സെയിം പെർഫോമൻസ്. അപ്പോൾ ലുക്ക് നമുക്ക് നോക്കി ഇഷ്ടപ്പെടണമെങ്കിൽ വണ്ടി സ്വന്തമാക്കാം. പിന്നെ സ്പോക്ക് വീൽസ്, അഡ്ജസ്റ്റബിൾ ഫോർക്ക്. എൻ്റെ ഒരു ഞാനൊരു ഇത് പറയുകയാണെങ്കിൽ വണ്ടി എന്ന് പറഞ്ഞാൽ ഒരു കഫേ റൈസർ ലുക്കിലോട്ടൊരു 390 എഞ്ചിൻ വേണമെന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട്
ചൂസ് ചെയ്യാം. അപ്പോൾ അതായത് കഫേ റൈസർ അല്ലെങ്കിൽ റോക്കി ബൈ ടച്ച് ഒക്കെ വേണം. എനിക്ക് തോന്നുന്നു ആ ഒരു സ്പോക്ക് വീലൊക്കെ നല്ല റോക്കിയുള്ള അടിപൊളിയാണ്. നമ്മൾ ഈ സാധനം നമുക്ക് 390 ഡയറക്റ്റ് സെറ്റ് ആവാൻ തോന്നുന്നത്. കാര്യം എന്ന് പറഞ്ഞാൽ ആ ഒരു സ്പോക്ക് വീൽ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഫസ്റ്റ് നമ്മൾ നോക്കുന്ന 401 ഫസ്റ്റ് നമ്മൾ കാണുന്ന ആ ഒരു സ്പോക്ക് വീലാണ്. പിന്നെ ഈ ടയർ ഈ ഒരു വണ്ടിക്ക് ഇങ്ങനത്തെ ഒരു ടയർ പിറലി സ്കോർപിയോ റാലി അല്ലേ അങ്ങനെ എന്തോ വരുന്ന പിന്നെ വേറെ എന്തിനാണ് എനിക്ക് തോന്നി ഇഷ്ടമായിട്ട് ഇതിൽ എന്തൊക്കെ ഇഷ്ടം? ഇനി ഓടിച്ചാലേ പറയാൻ പറ്റുള്ളൂ. ഇങ്ങനെ കാണുമ്പോൾ നമുക്ക് ഇങ്ങനെ തോന്നി വണ്ടി റോഡിൽ കൈ കിട്ടിയാലേ അതിൻ്റെ ആ റൈഡിങ് കംഫർട്ട് കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റുള്ളൂ. അതെനിക്ക് തോന്നുന്നു 390 ആ സെയിം ആയിരിക്കും. പക്ഷേ ആ റൈഡിങ് പൊസിഷനിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടെങ്കിലേ ഉള്ളൂ. അപ്പോൾ എന്തായാലും വണ്ടി ഇഷ്ടപ്പെട്ടു. ഓക്കെ, എന്തായാലും പവറാണ്. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മളെ ലോഞ്ചിങ് പരിപാടി എല്ലാം കഴിഞ്ഞിട്ട് നമ്മളിങ്ങനെ ഇരിക്കുക കേട്ടോ. എന്താണെന്ന് വെച്ചാൽ നമ്മളിവിടെ കൊല്ലത്ത് നമുക്ക് ട്രിവാൻഡ്രത്തിനെ കാട്ടി അത്യാവശ്യം ആളുണ്ടായിരുന്നു. അതുപോലെ തന്നെ അത്യാവശ്യം വണ്ടിയെ പറ്റി നമുക്ക് വണ്ടി ഒന്നുകൂടെ ക്ലോസ് ആയിട്ട് കാണാൻ പറ്റി. അപ്പോൾ മച്ചാവരെ നിങ്ങളെ അഭിപ്രായം കൊണ്ട് നമുക്ക് വേണ്ട. കഴിഞ്ഞ വീഡിയോയിൽ ചോദിച്ചല്ലോ തന്നെ നല്ല അഭിപ്രായം, നിങ്ങൾ നല്ല അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. നിങ്ങൾ ഈ ഒരു വണ്ടി ചൂസ് ചെയ്യുകയോ കാര്യങ്ങളൊക്കെ ഒന്ന് താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ എന്തായാലും മച്ചാവരെ ഇവിടെ ഒരു മച്ചാനുണ്ട്. മച്ചാനെ വണ്ടി ചെയ്യാനുണ്ട്. വണ്ടി ചുമ്മാത്തി വണ്ടിയെ പറ്റി 401 പറ്റി എന്താ അഭിപ്രായം? എനിക്കത് വരണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. കുറേ നാളെ വെയിറ്റ് ചെയ്യുന്നൊരു വണ്ടിയാണ്. എടുത്തോ, ബുക്ക് ചെയ്തോ? ഇല്ല എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. എനിക്ക് പുറത്തുള്ള വീഡിയോ ഒക്കെ കണ്ടു എനിക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു. ഇതിൻ്റെ വിറ്റ്പിലം വന്നാൽ കൊള്ളാമെന്നുണ്ട്. കൊള്ളാമെന്നുണ്ട്. ഇപ്പോൾ ഇതിൻ്റെ 401 വിറ്റ്പിലം വന്നാൽ കൊള്ളാമെന്നുണ്ട്. ആ ഒരു റൈഡിംഗ് പൊസിഷൻ അതെ, അങ്ങനെ ഒരു റൈസർ മോഡൽ കിട്ടിയാൽ കൊള്ളാമെന്നുണ്ട്. അത് എനിക്ക് ഞാനൊന്നും അത് മിസ് ചെയ്തായിരുന്നു കേട്ടോ. എന്തായാലും അതൊരു വരുമായിരിക്കും. പിന്നെ വേറൊരു കാര്യം, അസ്കോറിനേടാ ഈ വിറ്റ്പിലല്ലേ അതിൻ്റെ പഴയ ഇതങ്ങ് പോയി ക്ലിപ്പോണൊക്കെ മാറ്റി കളഞ്ഞു. അത് മാറ്റിയിട്ട് ഒരു അപ്രൈറ്റ്, അത്യാവശ്യം ഒരു വലിയ അപ്രൈറ്റ് എന്ന് പറയാക്കൂല, ഒരു ചെറുതായിട്ടൊരു പക്ഷെ ക്ലിപ്പോണങ്ങ് കളഞ്ഞ കൈസ്. കഫേ റൈസറിൻ്റെ ടച്ചങ്ങ് പോയി. ഓക്കെ, അപ്പോൾ എന്തായാലും നമ്മളൊരു മച്ചാൻ്റെ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പേരെന്തായിരുന്നു? എൻ്റെ പേര് റൈമണ്ട്. ഇവിടെ വന്നേ സനലിൻ്റെ ഫ്രണ്ടാണ്. ഡുക്സനല്ലേ? ഓക്കെ ശരി, കണ്ടതിൽ വളരെ സന്തോഷം. ഓക്കെ, പിന്നെ അല്ല. അപ്പോൾ നമ്മളെ പ്രോഗ്രാം കഴിഞ്ഞ് നമ്മൾ ഇറങ്ങാൻ നേരത്തെ മച്ചാൻ്റെ ഉണ്ട് ഡുക്സൽ മച്ചാൻ്റെ റാലി എഡിഷൻ എന്താ അവിടെ ഇരിക്കുക കേട്ടോ. വെറൈറ്റി സീറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് ചെയ്ത് പോകും. ഒരു രക്ഷയില്ലാത്ത ലുക്കിലാക്കി വെച്ചേക്കുന്നു. വണ്ടിയുടെ ഹൈറ്റ് തന്നെ നോക്കിയേ. എനിക്ക് പൊന്നെ വണ്ടിക്കകത്ത് കയറണമെങ്കിൽ അയ്യോ കേസ് വണ്ടി വീഴുമെന്തോ നോക്കിയേ കാണാം. വണ്ടിയിൽ ചവിട്ടി കയറാൻ പറ്റും. എൻ്റെ മോനെ ചവിട്ടി ഇതിൻ്റെ മണ്ടേ കയറാന്നേ ഉള്ള കേട്ടോ. ഉമ്മാതിരി ഹൈറ്റ്. ഇതും കൊണ്ട് എന്നാൽ റാലി അടിക്കാം. റാലിക്ക് പോകണമല്ലോ. എൻ്റെ പൊന്നെ പൊങ്ങി. എൻ്റെ പൊന്നെ എന്നെ കൊണ്ട് പറ്റില്ല കേട്ടോ. 6 എനിക്ക് 6 ഇല്ല, അത്യാവശ്യം കുറവാണ്. എത്തൂല അത്രയ്ക്ക് ഹൈറ്റാണ് കേട്ടോ. ഒരു രക്ഷയില്ലാത്ത ഹൈറ്റും കാര്യങ്ങളാണ് വണ്ടിക്കകത്ത്. ഓടിച്ചു നോക്കാൻ എൻ്റെ മൈക്ക് ഇവിടെ ഹോൾഡ് ചെയ്യാവേ. എൻ്റെ പൊന്നെ KTM ഹെൽമറ്റ് തംബ്ലൈൻ ഇത് വേണമല്ലോ, ക്ലിക്ക് ബൈറ്റ് കിട്ടില്ലല്ലേ. എൻ്റെ ഇവിടെ വരുമ്പോൾ അറിയാം അതിൻ്റെ ഹൈറ്റ് എത്ര ഉണ്ടെന്നല്ലേ. ഒരു രക്ഷയില്ലാത്ത ഹൈറ്റാണ്. ഓടിക്കാൻ ഒരു ദിവസം ഞാൻ എന്തായാലും വരുന്നുണ്ട്. ഇപ്പം എനിക്ക് ടൈമില്ലാത്തല്ല, ഹെൽമെറ്റ് ഇല്ല. ഞാൻ ഓടിക്കണ്ട. എനിക്കിത് കിട്ടില്ല. ഓഫ് റോഡ് ചെയ്യണം എനിക്ക് കിട്ടില്ല. എന്ന് കിട്ടും. അപ്പം നമ്മളെ പ്രോഗ്രാം കഴിഞ്ഞ് നമ്മൾ പുറത്തോട്ട് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതെല്ലാം നമ്മളെ ഈ ഒരു വീഡിയോയുടെ വിശേഷങ്ങളും കാര്യങ്ങളും. അപ്പോൾ എന്തായാലും വെച്ചാൽ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ട് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നവരെ